കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Jewstudio എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ആദ്യമായി അറിയിക്കുന്നു. കഴിഞ്ഞ ഭാഗത്ത് വിവിധ തരത്തിലുള്ള അടിമത്തത്തിൽ നിന്നുള്ള യാത്രയെക്കുറിച്ചാണ് ഞാൻ വിശദീകരിക്കുവാനിടയായത്. ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രയാണത്തിൽ, നമ്മുടെ യാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനായി എബ്രായ ലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക. ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഈ വേദഭാഗത്തിൽ സ്ഥിരതയോടുകൂടിയുള്ള ഒരു ഓട്ടം, അതായത് ഒരു യാത്രയെ ഇവിടെ ഒരു ഓട്ടമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ വരുന്ന ഒരു വലിയ യാത്രയെ ഒരു ഓട്ടമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഓട്ടത്തിൽ, ആ യാത്രയിൽ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നാം ഓടേണ്ടത് ആവശ്യമാണ്. സകല ഭാരവും എന്ന് പറഞ്ഞാൽ ഒരു ഭാരമോ രണ്ട് ഭാരമോ അല്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന, ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കർത്താവിന് വിട്ടുകൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുതന്നെയാണ് സങ്കീർത്തനത്തിൽ 55-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഒരു വലിയ വെയിറ്റ് എടുത്തുകൊണ്ട് ഒരിക്കലും നമുക്ക് നടക്കുവാനോ ഓടുവാനോ കഴിയുകയില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെയുള്ള ഭാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകുവാനോ മുന്നോട്ട് ജീവിക്കുവാനോ നമുക്ക് കഴിയുകയില്ല. ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാകും. അത് നമുക്ക് ചുമക്കുവാൻ കഴിയാത്ത വിധം വലുതായി തീരുമ്പോൾ പലരും തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. എന്നാൽ കർത്താവ് നമുക്ക് നൽകുന്നത് ഒരു സന്തോഷകരമായ ഒരു ജീവിതത്തിന് നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, അത് കർത്താവിനെ ഏൽപ്പിക്കണമെന്ന് തന്നെയാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മുറുകെ പറ്റുന്ന പാപങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ വിട്ടിട്ടും നമ്മൾ കടന്നുകൂടുന്ന ചില പാപപ്രവൃത്തികളുണ്ട്. ഇതെല്ലാം വിട്ടുകളയണം എന്നുള്ളതാണ് ഈ വചനം വ്യക്തമായി നമ്മോട് പറയുന്നത്. ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, മദ്യപാനം വിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, വിട്ടു, എന്നാലും വീണ്ടും അതിലേക്ക് ഞങ്ങൾ ആകർഷിക്കപ്പെടുന്നുവെന്നാണ് പറയുവാനിടയാകുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് കർത്താവിൽ മാത്രമാണ് ആശ്രയിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ നിന്നെല്ലാം ഒരു വിടുതൽ, പൂർണ്ണമായൊരു വിടുതൽ നേടണമെങ്കിൽ, നമ്മൾ സ്വായത്തമാക്കണമെങ്കിൽ കർത്താവിൽ കൂടുതലായി നമ്മൾ അടുക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ പാപവും നമ്മുടെ ഭാരവും എല്ലാം വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ ഓട്ടം സ്ഥിരതയോടുകൂടി ഓടുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു പർവ്വതസഞ്ചാരി, പർവ്വതങ്ങളിൽ യാത്ര ചെയ്യുന്നവരെ ഒരു ദിവസം ഒരു ഇൻ്റർവ്യൂ ചെയ്യുവാൻ ഒരാൾ വിളിച്ചവരോട് ചോദിച്ചു, നിങ്ങളുടെ യാത്രയിൽ, നിങ്ങളുടെ ഈ പർവ്വത സഞ്ചാരത്തിനിടയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന എന്താണ്, ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് കാണാറുള്ളത്, ചിന്തിക്കാറുള്ളത് എന്താണ് എന്ന് ചോദിക്കാനിടയായി. അപ്പോൾ ആ പർവ്വത സഞ്ചാരി അവരോട് പറഞ്ഞ മറുപടി ഇതാണ്: വലിയതായ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ആ സഞ്ചാര തടസ്സമല്ല, എന്നാൽ ഞങ്ങളുടെ ഷൂവിൻ്റെ ഇടയിൽ കയറുന്ന ചെറിയ ചില മണൽത്തരികളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത് എന്ന് അവർ പറയാനിടയായിത്തീർന്നു. അതായത് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മളത് ഫേസ് ചെയ്യാറുണ്ട്. എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതായി വന്ന് നമ്മുടെ യാത്രയ്ക്ക് വരെയും വലിയ തടസ്സമായി നിൽക്കാറുണ്ട് പല സാഹചര്യങ്ങളിലും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ ഭാരവും നമ്മുടെ പാപവും എല്ലാം വിട്ട് നമ്മുടെ യാത്ര ഏറ്റവും സന്തോഷകരമായി, ഏറ്റവും അനുഗ്രഹകരമായി, ഏറ്റവും ശുഭകരമായി തീർക്കണം എന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളോട് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപങ്ങളും നിങ്ങളുടെ ഭാരങ്ങളെയും എല്ലാം വിട്ട് സമാധാനപരമായ ഒരു ജീവിതം കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.